പൈതൃക പെരുമ വിളിച്ചോതുന്ന പത്തനംതിട്ട ജില്ലയുടെ സ്വന്തം ആറന്മുള വള്ളംകളി കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആറന്മുള മുത്തശ്ശാരി ജലോത്സവത്തിന്റെ ജലഘോഷയാത്ര. ആറന്മുള കണ്ണാടി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇതാ കണ്ടോളൂ. ഇവിടെ ആറന്മുള എത്തിക്കഴിഞ്ഞാൽ ഈ ആറന്മുള കണ്ണാടികളുടെ ഷോപ്പ് തന്നെ വളരെ കൂടുതലായിട്ടുണ്ട്. നമുക്ക് മനസ്സും വയറും നിറയുന്ന സന്തോഷം നൽകുന്നതാണ്. ഓണനാളുകളിലെ ഉത്രാടം ദിവസത്തിൽ നടക്കുന്ന ഈ വള്ളംകളി ചരിത്ര പ്രാധാന്യം കൊണ്ട് തന്നെ ലോകപ്രശസ്തി ആർജിച്ച ഒരു വള്ളംകളി മത്സരമാണ്. നമ്മളിപ്പോൾ കാണുന്നത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ആറന്മുളയിൽ നമ്മുടെ പമ്പയാർ ഒഴുകുന്നുണ്ട്. ആ നദിയിൽ വെച്ചിട്ടാണ് ഈ മത്സരങ്ങളെല്ലാം നടക്കുന്നത്. വർഷങ്ങളുടെ പരിശ്രമത്തിൽ ആഞ്ഞിലിയിലും തേക്കിലുമൊക്കെ പള്ളിയോടങ്ങൾ, അതായത് വള്ളത്തിൻ്റെ മാതൃകയിലുള്ള പള്ളിയോടങ്ങൾ നിർമ്മിച്ചാണ് 52ഓളം പള്ളിയോടങ്ങളാണ് ഇന്ന് നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതിന്റെ ആഘോഷപരമായ വർണ്ണസഫലമായ ഈ ജലഘോഷയാത്ര ലോകത്തെങ്ങും കാണാൻ പറ്റിയ പാട്ടുപാടി വെച്ചുപാട്ടുപാടി ആത്മീയതയുടെ കറങ്ങി എത്ര മനോഹരമായി കടന്നു പോകുന്നു. അതേ അത് ഇവർ കമൻട്രിയിൽ പറഞ്ഞത് ലോകത്ത് മറ്റൊരിടത്തും ഇങ്ങനെയൊരു മത്സരം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കേരളത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു മത്സരമാണ് ഇങ്ങനെ വള്ളങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു മത്സരം. ഇപ്പോൾ നടക്കുന്നത് ജലഘോഷയാത്രയാണ്. ഈ 52 പള്ളിയോടങ്ങളും ഓരോ ദേശത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ഓരോ ദേശത്തെയും പള്ളിയോടങ്ങൾ പോയിന്റിലേക്ക് പോകുന്ന കാഴ്ചയാണ്, ജലഘോഷയാത്രയായിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഓരോ ഹീറ്റ്സായിട്ട് ഇപ്പോൾ ഘോഷയാത്ര നടത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ഓരോ ഹീറ്റ്സിൽ ഏകദേശം 10ഓളം ഹീറ്റ്സ് നടത്തി. ഒരു ഹീറ്റ്സിൽ 4 ടീം വെച്ച് മത്സരിച്ച് ബെസ്റ്റ് ടൈമിലെത്തുന്നവരെ ഫൈനലിലേക്ക് കടത്തും. അതാണ് ഇവിടുത്തെ മത്സരക്രമം. അതായത് നമ്മുടെ നെഹ്റു ട്രോഫി മാതൃകയിലാണ് ഈ മത്സരക്രമങ്ങളൊക്കെ നടത്തുന്നത്. ഭക്തിയും ആചാരാനുഷ്ഠാനവും കായിക ശക്തിയും ഒന്നിക്കുന്ന സാംസ്കാരിക പെരുമയിലൂടെ മലയാളികൾക്ക് ജലോത്സവ പ്രേമികൾക്ക് ഉത്സവ ലഹരി പകരുന്ന ജലോത്സവമാണ് കോവലിന്റെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പമ്പാനദിയിൽ വെള്ളം കുറവായതിനാൽ ഡാമിൽ നിന്ന് വെള്ളം ഇറക്കി വിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കാരണം ഓണക്കാലം ആയതുകൊണ്ട് തന്നെ മഴ പെയ്യാത്തത് കൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളമില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഈ ഒരു കളർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പ്രദേശം ഇത്രയും വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രദേശമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരുക്കങ്ങളുടെ ഫലമായിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കാഴ്ചകൾ. അത്രയും അല്ലെങ്കിൽ ഈ അനുഭവങ്ങൾ എന്നുള്ളത് നാം കാണേണ്ടതാണ്. ആറന്മുള അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ല ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ലോകത്ത് എവിടെയാണെങ്കിലും എത്ര മനോഹരമായ കാഴ്ചയാണ്. പമ്പയുടെ മനോഹാരിത ഈ നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല, ഇതൊരു അപകടം പിടിച്ചൊരു ജോലി കൂടി തന്നെയാണ്. കാരണം ഇതിൻ്റെ പ്രാക്ടീസുകളിൽ 2 വള്ളങ്ങൾ കൂട്ടിയിടിച്ചിട്ട് ഒരാൾ മരിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ് മനസ്സിലായി. നാളിലാണ് ഇനി അഥവാ നമുക്ക് നേരിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് നാം തീർച്ചയായിട്ടും പ്രിയ സഹോദരനെ അഭിനന്ദിക്കുന്നു. ഈ ആദരവ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. നന്ദി. ആറന്മുള ഉത്രാട ജലോത്സവത്തിന്റെ 7 പള്ളിയോടങ്ങളുടെ ആദ്യ ഫേസ് അങ്ങ് ആരംഭിച്ച് തുണിയല്ലെങ്കിൽ പലപ്പുഴ കടവ് മുതൽ സത്രക്കടവ് വരെയുള്ള ഏതാണ്ട് 1 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ പമ്പാനദിയിലെ ഓണപ്പഴത്തിന് കരം പകർന്നുകൊണ്ട് 4 പള്ളിയോടങ്ങളില് 2ാം ട്രാക്കിലൂടെ പൂവത്തൂർ പടിഞ്ഞാറ് കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിലൂടെ മല്ലപ്പുഴശ്ശേരി 4ാം ട്രാക്കിലൂടെ ഇടശ്ശേരി മല ഇവിടത്ത് കടന്നു വരികയാണ്. അത് ജലോത്സവ ലോകത്തിന്റെ നെറുകയിലേക്ക് ആറന്മുള ജലോത്സവം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആറന്മുള അപ്പന്റെ ഒറ്റകെട്ടിയ പള്ളിയോടം ഇത് തന്നെയാണ് മല്ലപ്പുഴശ്ശേരിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. 4ാം ട്രാക്കിലൂടെ വരുന്നത് ഇടശ്ശേരി മല ഇടക്കാണ്. പള്ളിയോട് സേവാത്ത വഴിയാണ് ഇതിന്റെ ഉടമസ്ഥയിലേക്ക് മലയെത്തി കഴിയാത്തയാളും MP രാജേഷും KM രവീന്ദ്രൻ പ്രതിനിധികളുമായിട്ട് കടന്നു വരികയാണ്. ഇത് ആദ്യ ശൈലി അത്
പാടിത്തുടഞ്ഞ് വച്ചുപാട്ട് പാടും താളം പാട്ട് പാടും കടന്നു വരുന്ന ശൈലിയാണ് ഇവിടെ വിജയികളെ തെരഞ്ഞെടുക്കുന്നത്. ഇത് ആദ്യമായിട്ട് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ സമയം പോലെ തന്നെ ഇവിടെ ക്രിക്കറ്റ് ഇതാണ് അതിൻ്റെ ഫിനിഷിംഗ് ടൈം. ഏതാണ്ട് 1 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇതിൽ ബെസ്റ്റ് ടൈമിൽ എത്തുന്ന ടീമിനെ ഫൈനലിലേക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യുകയാണ് ഇവിടുത്തെ ആ ഒരു അയ്യടാവേണെന്നുള്ള താളമല്ല ഇവിടെ ഭക്തിയുടെ താളമാണ്, ആനന്ദത്തിന്റെ താളമാണ്, ആവേശത്തിന്റെ താളമാണ്, വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിന്റെ താളമാണ്. തുഴയൊന്ന് കുത്തി നീട്ടി വലിച്ച് വെള്ളത്തുള്ളികളെ കീറി മുറിച്ചുകൊണ്ട് 3-ാം ട്രാക്കിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. അവിടെ അതാ 1-ാം ട്രാക്കിലൂടെ കടന്നു 14 നമ്പർ കുന്നത്തോടും കടന്നു പോകുന്നു. ഈ 1-ാം ട്രാക്കിലൂടെ കീഴുകര കടന്നു വരുന്നു, തിരിച്ചേരി മേലിൽ കടന്നു വരുന്നു. 41 നീളവും 61 മുടമയും 17 അടി അമരപ്പക്കവുമുള്ള പള്ളിയോളം ഇടപ്പാവൂർ പള്ളിയോട് സേവാസമിതിയുടെ ഉടമ കൂടിയുള്ള നിലവിലുള്ള പള്ളിയോളം കടന്നു വരികയാണ്. ഈ ബാച്ചിന് ഭഗവാന്റെ സാന്നിധ്യം കടന്നു വരികയാണ്. 44-ാം നമ്പർ പള്ളിയോടവും 45-ാം നമ്പർ പള്ളിയോടവും 46-ാം നമ്പർ പള്ളിയോടവും പള്ളിയോടങ്ങളുടെ 3-ാം ബാച്ചിന് കടന്നു വരികയാണ്. അത് പള്ളിയോടങ്ങളില് 3-ാം മത്സരത്തില് 44-ാം നമ്പർ പള്ളിയോടം ലഭ്യമാക്കുവാൻ ഇക്കുറി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി ഭക്തിസാന്ദ്രമായി ഭഗവാനെ വിളിച്ചുകൊണ്ട് ഭക്തസാരഥിയുടെ അനുഗ്രഹം നേടിക്കൊണ്ട് കടന്നു വരുന്ന 3 പള്ളിയോടങ്ങൾ ആറാട്ടുമണി മേപ്പം കഴിയുന്ന കയ്യിൽ സമാനമായ മത്സരം. ഇനി കലാശപ്പെട്ട മത്സരം. ഇതിനുശേഷം 8, 16 പള്ളിയോടങ്ങൾ ഏതാണ്ട് 4 പള്ളിയോടങ്ങൾ ഫൈനലിലും 4 പള്ളിയോടങ്ങൾ സൂപ്പർ ഫൈനലിലും ഈ ബാച്ചിൽ 4 പള്ളിയോടങ്ങൾ ഫൈനലിലും 4 പള്ളിയോടങ്ങൾ ഫൈനൽ മത്സരത്തിനായിട്ടുള്ള 4 പള്ളിയോടങ്ങൾ മുൻകിരണങ്ങളേറ്റ് പ്രശോഭിക്കുന്ന ആയിരക്കണക്കിനുള്ള ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീ പാർത്ഥസാരഥിയെ സാക്ഷി നിർത്തിക്കൊണ്ട് വിജയിക്കുള്ള അങ്ങനെ ബെസ്റ്റ് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ എ ബാച്ചിലും ബി ബാച്ചിലുമായിട്ട് 8 പള്ളിയോടങ്ങൾ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫൈനൽ മത്സരങ്ങളാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നവരെ വിജയികളായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കും പരാജയപ്പെടാൻ കഴിയും, ആർക്കും പരാജയപ്പെടാനുള്ള മനസ്സില്ല, മത്സരിക്കാനുള്ള മനസ്സേ ഉള്ളൂ. അവരിങ്ങനെ കുനിഞ്ഞു കുത്തി കടന്നു വരികയാണ്. 4 പള്ളിയോടങ്ങൾ, 4 ട്രാക്ക് നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങൾ, ആറന്മുള നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങൾ, പമ്പാനദി നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങൾ, മനുഷ്യ മഹാസമത്വത്തിന്റെ മനസ്സുകൾ നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങൾ. ആ മത്സരങ്ങളാണ് ഇവിടെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ച് കുതിച്ച് പറഞ്ഞു വരുമ്പോൾ മത്സരങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 4 പള്ളിയോടങ്ങളുടെ അതിഗംഭീരമായ മത്സരം. 1-ാം ട്രാക്കിൽ വരുന്നത് 13-ാം നമ്പർ പള്ളിയോടം കീഴുകര കടന്നു വരുമ്പോൾ 2-ാം ട്രാക്കിൽ 7-ാം നമ്പർ പള്ളിയോടം ചിറയിറമ്പ് കടന്നു വരുന്നു. 3-ാം ട്രാക്കിൽ 33-ാം നമ്പർ പള്ളിയോടം കിഴക്കിനോട് കുട്ടക്കാട്ട് കടന്നു വരുമ്പോൾ 4-ാം ട്രാക്കിലൂടെ 11-ാം നമ്പർ പള്ളിയോടം തെക്കേമുറിയും കടന്നു വരികയാണ്. ആവേശത്തിന്റെ തിരമാലകളിലേക്ക് കടന്നു വരുന്ന അതിസുന്ദരമായ പള്ളിയോടങ്ങളുടെ 8-ാം ട്രാക്കിലൂടെ അതേ തെക്കേമുറി കടന്നു വരികയാണ്. 11-ാം നമ്പർ പള്ളിയോടം തെക്കേമുറി കടന്നു പോകുന്ന തൊട്ടു പിന്നാലെ കീഴുകരയും ചിറയിറമ്പും കുന്നേക്കാട്ട് കിഴക്കിനോട് കുന്നേക്കാട്ട് തമ്മിലുള്ള മനോഹരമായ ഒരുപോലെയുള്ള മത്സരം. അതേ സുന്ദരമായ മത്സരം ആവേശത്തിന്റെ സംഘാടകർ താമസിച്ചതുകൊണ്ടാണോ അതോ പരിപാടി തുടങ്ങാൻ ഇത്രയും താമസിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പരിപാടി അവസാന ഫൈനൽ ഹീറ്റ്സൊക്കെ കാണാനായിട്ട് നല്ല ഇരുട്ടായിരുന്നു. നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിച്ചില്ല ആരാണ് ജയിച്ചതെന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ കമൻട്രി വഴി പ്രഖ്യാപിക്കുമ്പോഴാണ് നമുക്ക് മത്സരത്തിൻ്റെ ഫൈനലിൽ ഇന്നയാൾ ജയിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിൽ ഫൈനലിൽ വിജയിച്ചത് എ ബാച്ചിൽ കൊയ്പ്പുറം പള്ളിയോടവും ബി ബാച്ചിൽ കൊറ്റത്തൂർ കൈതക്കോടി പള്ളിയോടവുമാണ്. ഈ 2 പള്ളിയോടങ്ങളാണ് ഫൈനലിലെ ഏറ്റവും മികച്ച നിന്ന 2 പള്ളിയോടങ്ങൾ. എന്തായാലും ആറന്മുളയുടെ വള്ളംകളിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പ്രത്യേക അനുഭവം തന്നെയാണെന്ന് മനസ്സിലാക്കി.